ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഓരോ എപ്പിസോഡും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ശ്രുതിയുടെ അച്ഛനെ പ്രതീക്ഷിച്ചുള്ള ചന്ദ്രയുടെ എപ്പിസോഡുകളും ദിവസങ്ങളും പിന്നെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ശ്രുതി ഒഴിവാക്കുന്നതും ലാസ്റ്റ് ശ്രുതിയെ കൈയോടെ പിടിക്കുന്നതും പിന്നെ രേവതിയെ കള്ളിയാക്കുന്നതും ഒക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ. മഹിമയുടെയും മധുസൂദനൻ്റെയും കുറേ പ്ലാനിങ്ങുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. സച്ചിയെ കള്ളനാക്കാൻ വേണ്ടിയിട്ടും സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാനായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലാദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛനെ പ്രതീക്ഷിച്ചിട്ടുള്ള ചന്ദ്രയുടെ ചോദ്യങ്ങളാണ്. ചന്ദ്ര വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ ശ്രുതി നിൻ്റെ അച്ഛൻ ഇപ്പം വന്നു ഇറങ്ങി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നവർ വന്ന് എത്തിയാൽ പോലും നിൻ്റെ അച്ഛൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്. അതുമാത്രമല്ല ശ്രുതിയുടെ ദേഹത്തെ സ്വർണ്ണങ്ങൾ കണ്ടിട്ടും ചന്ദ്രയുടെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെന്താ ശ്രുതി, നിനക്കിടെ സ്വർണ്ണങ്ങളൊന്നുമില്ലേ? അവിടെ വർഷയുടെ കഴുത്ത് കാണണം, കഴുത്തിലൊരു സ്ഥലം പോലും ഇനി ബാക്കിയില്ല, കൈയും കഴുത്തും കാതും ഒക്കെ നിറഞ്ഞിരിക്കുക. വർഷ നിൻ്റെ കഴുത്തിൽ എന്താ ഇത് ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ ദേഹത്തുള്ള സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് ശ്രുതിയെ അണിയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും കൊണ്ടുവരുമല്ലോ കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ, അതൊക്കെ ഇടുമ്പോഴേക്ക് ശ്രുതിയുടെ കഴുത്തൊക്കെ നിറഞ്ഞു നിൽക്കുമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. കാരണം അച്ഛനും വരില്ല, സ്വർണ്ണവും കൊണ്ടുവരാൻ പോകുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് ശ്രുതിയുടെ ടെൻഷൻ. ശ്രുതി അത് മീരയോട് പങ്കുവെക്കുന്നുണ്ട്. അവരാണെങ്കിൽ നോക്കിയിരിക്കുകയാണ്. സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ, വിളിച്ചു വരുത്തിയ ആളെന്താ സച്ചിയെ കുടിപ്പിക്കാതെ? സച്ചി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അതും പ്രതീക്ഷിച്ചാണ് ഇവരുടെ ഇരിപ്പ്. പക്ഷേ അതങ്ങനെയുള്ള ഒരു സൈഡിലൂടെ കഥ പോകുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ വരാത്തതുകൊണ്ട് വർഷ ചടങ്ങ് ആദ്യം നടത്തുകയാണ്. ഇതിൽ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ നല്ല ദേഷ്യമുണ്ട്. കാരണം മൂത്ത മരുമകൾ ശ്രുതിയാണല്ലോ. ശ്രുതിയുടെ ചടങ്ങ് നടത്താനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷേ അച്ഛൻ വന്നിട്ടേ നടത്തുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ വാശിയാണ് ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് വർഷയുടെ നടത്തുകയാണ്. അപ്പോൾ വർഷയുടെ നടത്തി സമയം കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ വരുമല്ലോ, അതാണ് ചന്ദ്രയുടെ മനസ്സിൽ. എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുക മലേഷ്യയിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ വലിയ ആളായിരിക്കുവാണല്ലോ. അതുകൊണ്ട് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്താൻ തീരുമാനിക്കും. വർഷയുടെ ചടങ്ങ് അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം സച്ചിയുടെ കാലിൽ ഒരാൾ വന്ന് ചവിട്ടി ഞെരിക്കും. പക്ഷേ സച്ചി ഒന്നും മിണ്ടില്ല. ദേഷ്യം വന്നെങ്കിലും സച്ചി ഒന്നും മിണ്ടാതിരിക്കും. രേവതി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ രേവതിയെ സച്ചു സമാധാനിപ്പിച്ചു വിടും, കൊണ്ടുപോകും. നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് സച്ചിയുടെ മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് സച്ചി ഒരു പ്രാവശ്യം ഫോൺ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും മഹിമ പറഞ്ഞു വിട്ട ഒരാൾ വന്ന സച്ചിയുടെ മുതുകിലിട്ട് ഒറ്റ അടി അടിക്കുകയാണ്. സച്ചിക്ക് നല്ല വേദന എടുത്തിട്ട് സച്ചിയാണെങ്കിൽ വീഴുന്നുണ്ട്. സച്ചി അയാളെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, എന്താടോ ഇങ്ങനെയാണ് ഒരാളുടെ മുതുകിലിട്ടോട്ട് ഇടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് രേവതി ചൂടാവുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഇടിച്ചത് എന്ന് പറയുമ്പോൾ സുഹൃത്തിനോടൊക്കെ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനെ തല്ലി, ഞാൻ മനഃപൂർവ്വം തന്നെ എൻ്റെ മുതുകത്ത് പോയി ഇടിച്ച് എന്നൊക്കെ പറഞ്ഞ് അയാൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോഴും സച്ചി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. തിരിച്ചൊരു വാക്കോ ദേഷ്യപ്പെടലോ ഒന്നും ചെയ്യുന്നില്ല. സച്ചി രേവതിയും കുട്ടിയായി ഇരുന്ന സ്ഥലത്ത് തന്നെ പോയിരിക്കുവാണ്. രേവതി എന്നിട്ട് സച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിക്കൊപ്പം ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാപ്പിക്കാൻ നോക്കുമ്പോഴും ഓരോ സംശയങ്ങളും തോന്നുന്നുണ്ട്. ഇനി ഇത് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ, അല്ലാതെ എൻ്റെ അടുത്ത് എന്താണ് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സച്ചിയുടെ മനസ്സിൽ. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വാക്ക് തന്നുപോയി, അല്ലെങ്കിൽ അവൻ്റെ നല്ല സമയം, എൻ്റെ ചീത്ത സമയം, അതാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവനിട്ടൊക്കെ ഞാൻ കൊടുത്തേനെ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ മുതുകൊക്കെ തിരുമിയിരിക്കും. അങ്ങനെ വർഷയുടെ ചടങ്ങ് അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ വർഷയുടെ ചടങ്ങ് കഴിഞ്ഞിട്ടും ശ്രുതിയുടെ അച്ഛനെ കാണുന്നില്ല. ചന്ദ്രയ്ക്കപ്പം മനസ്സിലായി ശ്രുതി തന്നെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താൻ നേരത്ത് ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എവിടെയടി നിൻ്റെ അച്ഛൻ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ വിളിച്ചു ആൻറ്റി, എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്. ഇനിയും ആ കള്ളത്തരങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞാൻ പൊട്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ എല്ലാവരുടെയും മുമ്പിൽ ചീത്ത പറയുന്നുണ്ട്. ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചന്ദ്ര ചീത്ത പറയുന്നതൊക്കെ കേട്ടിട്ട് പിന്നെ ഭാമയാണ് സമാധാനിപ്പിക്കുന്നത്. ചന്ദ്രയെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വേറൊരു പെണ്ണിൻ്റെ ചടങ്ങും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തായാലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ നല്ല ടെൻഷനിലാണ് കേട്ടോ. മീരയോട് പറയുന്നുണ്ട്, മീരയെ എവിടെ പ്രശ്നമൊന്നും അയാൾ ഉണ്ടാക്കുന്നില്ലേ സച്ചി, അതാ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ എനിക്കിതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ അവിടുന്ന് സച്ചി അപ്പോഴും നല്ല ഒരാളായിട്ട് അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. മഹിമയുടെ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചിയൊക്കെ നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഊണ് കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തുന്നത്.
മഹിമയുടെ മധുസൂദൻ്റെ മനസ്സിൽ ഇവരെ കൊണ്ടിരുത്തിയിട്ട് അപമാനിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്നാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുമല്ലോ. അച്ഛനെയും മോനെ ഒന്നിച്ചു കൊണ്ടൊരു പന്തി കൊണ്ട് ഉണ്ണാൻ നിർത്തിയിട്ട് അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ സച്ചിക്ക് എന്തായാലും ദേഷ്യം വരും എന്നാണ് മഹിമയുടെയൊക്കെ മനസ്സിൽ. അങ്ങനെ സച്ചിനോടും രവീന്ദ്രനോടും മഹിമ പറയുന്നുണ്ട്, നിങ്ങൾ പോയി കഴിക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയും, വേണ്ട വേണ്ട, വന്നവരൊക്കെ ഇരിക്കട്ടെ, ഞങ്ങളൊക്കെ ലാസ്റ്റ് ഇരുന്നോളാം എന്ന് പറയുമ്പോഴേക്കും വന്നവരൊക്കെ ഇരുന്നു, നിങ്ങളാണ് ഞങ്ങളുടെ മെയിൻ അതിഥികൾ, നിങ്ങൾ വേണം ആദ്യം ഇരിക്കാൻ വേണ്ടിയിട്ട്, അവരൊക്കെ ഇരുന്നു, ഇനി 2 സീറ്റും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെയും രവീന്ദ്രനെയും നിർബന്ധിച്ച് ഇവർ കൊണ്ടിരുത്തും. അപ്പോൾ സച്ചി രവീന്ദ്രന് പോയി ഇരിക്കുന്നത് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇവരുടെ പ്ലാൻ പറയുന്നത്. എന്നിട്ട് മധുസൂദൻ്റെ 2 VIP സുഹൃത്തുക്കളെയും കൊണ്ടുവരും. എന്നിട്ട് പറയും, നിങ്ങളെയും കൊണ്ട് ഞാനിപ്പോൾ ആ പന്തിയിൽ അവർ ഇരിക്കുന്നിടത്തേക്ക് പോകും, എന്നിട്ട് അവരെ അവിടെ എഴുന്നേൽപ്പിച്ചു വിടും, കുറേ നാണം കെടുത്തു, അങ്ങനെ നിങ്ങളെ ഞാൻ അവിടെ ഇരുത്തും, നിങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല, ഞാൻ പറയുന്നത് അതുപോലെ കേട്ടിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ VIP ക്വസ്റ്റ്യനോടൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ കൂടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ ധൈര്യത്തിൽ ഇങ്ങനെ പോവുകയാണ്, അവരെ നാണം കെടുത്താൻ വേണ്ടി പന്തിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോഴേക്കും നോക്കുമ്പോൾ അവിടെ അവരിരുന്ന സ്ഥലത്ത് അവരില്ല, 2 പിള്ളേരാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ ആ പ്ലാനിങ്ങും ചീറ്റിപ്പോയി. സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ അവിടുന്ന് എഴുന്നേറ്റ് പോയത്, നിങ്ങളെ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയതല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ 2 പിള്ളേരെ സ്ഥലം അന്വേഷിച്ച് നടക്കുമായിരുന്നു, പാവങ്ങൾ, പിള്ളേർക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ അത് ഇരിക്കട്ടെ, ഞങ്ങൾ പിന്നെ ആയാലും കഴിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചിനും രവീന്ദ്രനും കൂടി പോവുകയാണ്. മഹിമയ്ക്കും മധുസൂദനും ആട്ടെ ദേഷ്യം അങ്ങനെ കൂടി വരികയാണ്. കാരണം അവരുടെ പ്ലാനിംഗ് ഒന്നും നടക്കുന്നില്ലല്ലോ. വർഷയെ വീട്ടിൽ കൊണ്ട് നിർത്താനുള്ള പ്ലാനിംഗ് ഒന്നും നടക്കാത്തതിൻ്റെ നിരാശയിലാണ് അവർ. അപ്പോൾ അവർക്ക് ഒരു അവസരം വീണ് കിട്ടും. എല്ലാ ചടങ്ങും കഴിഞ്ഞ് മറ്റേ ഒഴിഞ്ഞൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴേക്കും ഈ വർഷയും ശ്രീകാന്തും കൂടി പുറത്തോട്ട് കറങ്ങാൻ പോവുകയോ ആരോടും പറയാതെയാണ് ഇവർ പോകുന്നത്. ആ ടൈമിലാണ് നമ്മുടെ പാമ രേവതിയോട് പറയുന്നത്, രേവതി നീ പോയി വർഷയെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയും. അപ്പോൾ രേവതി ആ ടൈമിൽ വർഷ റെഡിയാകുന്ന മുറിയിൽ പോയിട്ട് വർഷേനെ അന്വേഷിച്ച് നോക്കുമ്പോഴേക്കും വർഷയൊന്നും കാണുന്നില്ല. വർഷയുടെ മാലകളൊക്കെ ഒരു പെട്ടിയിലാക്കി സ്വർണ്ണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പൂമാലകളൊക്കെ ഒരു കട്ടിലിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ രേവതി നോക്കുമ്പോഴേക്കും പൂമാലയുടെ കൂട്ടത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ ഉടക്കി കിടപ്പുണ്ടായി. അപ്പോൾ രേവതി അയ്യോ വേറെ ആരെങ്കിലും കണ്ടാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമല്ലോ എന്ന് പറഞ്ഞ് രേവതി ആ പൂമാലയിൽ നിന്നും സ്വർണ്ണം ചെയിൻ ഊരി മാറ്റുക. ആ സമയത്ത് മധുസൂദനൻ കയറി വരുന്നുണ്ട്. അവർക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, അവരത് മുതലാക്കുവാണ്. രേവതി ആ സ്വർണ്ണ ചെയിൻ അടിച്ചു മാറ്റാൻ വന്നവളാണെന്നും കള്ളിയാണെന്നും ഒക്കെ രേവതിയെ പറയുവാണ്. രേവതി ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്, ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സത്യാവസ്ഥ. ഇല്ല, അത് ഞാനല്ല, മാലയിൽ കുടങ്ങിക്കിടന്ന ചെയിനാണ്, ഞാനത് എടുക്കാൻ നോക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെയല്ല, ഞാൻ അങ്ങനെ കക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും മധുസൂദനൻ കൂട്ടാക്കുന്നില്ല. മധുസൂദനൻ അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഇതൊരു വലിയ പ്രശ്നമാക്കുവാണ്. മഹിമയും കൂടെ നിന്നും കുറേ പറയുന്നുണ്ട്, കള്ളിയാണ്, സ്വന്തക്കാരുടെ വീട്ടിൽ വന്ന് നീ കക്കുവാണോ, രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ്, ദേ ആരെങ്കിലും കണ്ടാൽ സ്വർണ്ണമല്ലേ, അതാണ് ഞാൻ എടുത്തിട്ട് വർഷയെ ഏൽപ്പിക്കാൻ വേണ്ടി വെച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരൊന്നും അങ്ങനത്തെ കാരല്ല, സ്വർണ്ണം മുമ്പിലിട്ട് പോയാൽ പോലും ഒരാളുടെ പോലും എടുക്കില്ല എന്ന് മഹിമ പറയും. നീ ഓരോ കാരണങ്ങൾ നിർത്തണ്ട, നിൻ്റെ കുടുംബക്കാരൊക്കെ കള്ളികളാണ്, നീ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് രേവതി അവരെ കള്ളിയാക്കുവാണ്. രേവതിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പോൾ പുറത്തോട്ട് ഓടും. സച്ചിയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. രേവതി സങ്കടം സഹിക്കാൻ വയ്യാതെ പുറത്തോട്ട് ഓടി സച്ചിയുടെ അടുത്തോട്ട് പോകും. അപ്പോൾ സച്ചി ചോദിക്കും, എന്തു പറ്റി രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോൾ മധുസൂദനൻ അവിടെ നിന്ന് ഒച്ചത്തിൽ സ്റ്റേജിൽ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയും, നിൻ്റെ ഭാര്യ കാണിച്ച പ്രവൃത്തി കണ്ടില്ലേ, ഈ പരിപാടിക്ക് വന്നിട്ട് ഞങ്ങളുടെ മോളുടെ മാല, വർഷയുടെ മാല കട്ടെടുത്തിരിക്കുന്നു, ഞാൻ മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ ഈ മാല എടുത്ത് കൈ പിടിച്ചിരിക്കുന്നു, കള്ളി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കള്ളിയാക്കുകയാണ്. സച്ചി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. സച്ചി അങ്ങനെ മാക്സിമം ശാന്തമായിട്ട് നിൽക്കുകയാണ്. പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി സത്യാവസ്ഥയൊക്കെ രേവതിയോട് പറയുമ്പോഴും ഇവരെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. രേവതി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. ബാക്കി സച്ചിയുടെ തനി സ്വരൂപം പുറത്തെടുക്കുന്ന എപ്പിസോഡും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ മറക്കാതെ കാണാനുള്ള എപ്പിസോഡാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.